Good afternoon, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാറ്ററലി സപ്പോർട്ടർ ബീംസിന്റെ ഡിസൈൻ ക്രൈറ്റീരിയകളോ അല്ലെങ്കിൽ അതിന്റെ ബെൻഡിങ് സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത്, ഡിഫ്ലക്ഷൻ ആണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ് അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ബെൻഡിങ്ങും ഷിയറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്തു. ഇന്ന് ഡിഫ്ലക്ഷനെ കുറിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, രാവിലെ ക്ലാസ് ഇടണമെന്ന് വിചാരിച്ചിരുന്നു. ചില സ്ഥലത്തൊരു അർജന്റ് കേസുകൾ വന്നത് കാരണം ആണ് ഉച്ചയ്ക്ക് ശേഷം ആയത്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ എന്തായാലും ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് രാവിലെ വാച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ട് കേൾക്കേണ്ട ടോപ്പിക്കുകളാണ്, ടയേർഡായിട്ട് ഇരുന്നത് കേൾക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ലാറ്ററലി സപ്പോർട്ടർ ബീമിന്റെ ബെൻഡിങ് സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. IS 800 പേജ് 53 MD = ബീറ്റ പി എഫ് സെഡ് പി എഫ് ഐ ബൈ ഗാമ എമ്മോ. MD എന്ന് പറഞ്ഞാൽ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫ്ലെക്സറൽ സ്ട്രെങ്ത്. ബീറ്റ പി എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് ആണുള്ളത്, 1ഉം ZE/ZP യും. 1 എപ്പോഴാണ് പ്ലാസ്റ്റിക്കോ കോമ്പാക്റ്റോ സെക്ഷൻസ് ആകുമ്പോൾ, സെമി കോമ്പാക്ട് സെക്ഷൻ ആകുമ്പോൾ ZE/ZP. ZE എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, ZP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, FI എന്ന് പറഞ്ഞാൽ yield സ്ട്രെസ്, ഗാമ എമ്മോ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, ദാറ്റ് ഈസ് 1.14 സ്റ്റീൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബെൻഡിങ് സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് നമ്മൾ ചെയ്തു, ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തു. ഇനി ഷിയർ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? VD = ABFI W/√3 ഗാമ എമ്മോ, where AV is the VD is the design shear strength of the beam, AV is the shear area, that is H into TW. ബാക്കിയെല്ലാം നമുക്ക് അറിയാം. FYW എന്ന് പറഞ്ഞാൽ yield strength of web ആണ്. അത് yield strength of the material തന്നെയാണ്. നോർമൽ കേസിൽ 250 MPa അല്ലെങ്കിൽ 250 Newton/mm², അല്ലേ, ബൈ √3 ഗാമ എമ്മോ. ഗാമ എമ്മോ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഗാമ എമ്മോ അല്ല, ഗാമ M0 ആണ്. ഓക്കെ, ഗാമ M0 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നോർമലി 1.1, അല്ലേ, അത് നമ്മൾ പറഞ്ഞു. ഇനി ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് ആണ്. ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് ഞാൻ പറഞ്ഞു, ഒരു ടേബിൾ 6 ഉണ്ട്. അതിൽ രണ്ട് വാല്യൂസ് ഉണ്ട്, ബ്രിട്ടിൽ ക്ലാഡിങ്ങും ഇലാസ്റ്റിക് ക്ലാഡിങ്ങും. നമ്മൾ ഇലാസ്റ്റിക് ക്ലാഡിങ്ങിന്റെ കേസാണ് പറഞ്ഞത്. ബ്രിട്ടിൽ ക്ലാഡിങ്ങിന്റെ കേസിൽ കുറച്ചുകൂടി ഡിഫ്ലക്ഷൻ കുറവാണ്, കാരണം സ്പാൻ ബൈ 300ഉം സ്പാൻ ബൈ 150 ആണ്. സിമ്പിൾ ബീംസിന്റെ കേസിൽ നമ്മൾ ഇലാസ്റ്റിക് ക്ലാഡിംഗ് ആണെങ്കിൽ സ്പാൻ ബൈ 240, എന്നാൽ ബ്രിട്ടിൽ ക്ലാഡിംഗ് ആണെങ്കിൽ സ്പാൻ ബൈ 300 ആണ്. അപ്പൊ സ്പാൻ ബൈ 300 എന്നുള്ള വാല്യൂ ഒന്നുകൂടി ചെറുതായിരിക്കും, അല്ലെ? അതായത് പെർമിസിബിൾ ഡിഫ്ലക്ഷന്റെ വാല്യൂ ഒന്നുകൂടി കുറച്ച കേസാണ് ബ്രിട്ടിൽ ക്ലാഡിങ്ങിന്റെ കേസിൽ വരിക. നമ്മൾ നോർമലി വെറും ഡിഫ്ലക്ഷൻ സേഫ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇലാസ്റ്റിക് ക്ലാഡിംഗ് കൺസിഡർ ചെയ്തുകൊണ്ട്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ക്ലാഡിംഗ് കൺസിഡർ ചെയ്തുകൊണ്ട് സ്പാൻ ബൈ 240 എടുത്താൽ മതി, അല്ലെങ്കിൽ സ്പാൻ ബൈ 120 എടുത്താൽ മതി. ചിലപ്പോൾ പക്ഷേ ഡിസൈൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, അതായത് മിനിമം പെർമിസിബിൾ, അതായത് ബ്രിട്ടിൽ ക്ലാഡിങ്ങിന്റെ കേസ് സ്പാൻ ബൈ 300ഉം കാൻഡിലിവർ ആണെങ്കിൽ സ്പാൻ ബൈ 150 എടുക്കണം. നമുക്ക് ആ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഈ പെർമിസിബിളിനേക്കാളും കൂടാൻ പാടില്ല. മാക്സിമം ഡിഫ്ലക്ഷൻ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ ആണെങ്കിൽ WL3/48 EI. സെയിം കേസ് UDL ആണെങ്കിൽ 5/384 WL⁴/EI. ഈ രണ്ട് കേസുമാണ് നമുക്ക് മേജർ ആയിട്ട് വരിക. ഇതിൽ ഏറ്റവും കൂടുതൽ വരിക നമുക്ക് സെക്കൻഡ് കേസാണ്, കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബീമുകളൊക്കെ എല്ലാം UDL സിംപ്ലി സപ്പോർട്ടർ ആയിരിക്കും. കാൻഡിലിവർ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിച്ചാലും മാറ്റമൊന്നുമില്ല, ഇക്വേഷനിൽ വരുന്ന ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തും ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തും ചെറിയ മാറ്റങ്ങൾ വരും, അത് ശ്രദ്ധിക്കണം. നോർമൽ കേസിൽ സിംപ്ലി സപ്പോർട്ടർ ബീം ആണ് കൊടുക്കാറ്. ചിലപ്പോൾ വെറും ബീം എന്ന് പറഞ്ഞാലും അത് സിംപ്ലി സപ്പോർട്ടർ ആയിട്ട് അസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. നോർമലി അങ്ങനെയാണ് ഉണ്ടാവുക. കാൻഡിലിവർ ആണെങ്കിൽ അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന്റെ ഡിഫ്ലക്ഷന്റെ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ലിമിറ്റും കൂടെ പറഞ്ഞു, അല്ലെ? ബ്രിട്ടിൽ ക്ലാഡിംഗ് ആണെങ്കിൽ സ്പാൻ ബൈ 300 ഫോർ സിമ്പിൾ ബീംസ്, ആൻഡ് കാൻഡിലിവർ ബീംസ് ആണെങ്കിൽ സ്പാൻ ബൈ 150. അത് ഇലാസ്റ്റിക് ക്ലാഡിംഗ് ആണെങ്കിൽ സ്പാൻ ബൈ 240, സ്പാൻ ബൈ 120, അല്ലെ? ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ക്ലാഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും ബെറ്റർ ആക്ച്വലി ഇലാസ്റ്റിക് ക്ലാഡിംഗ് ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഡിസൈൻ പർപ്പസിൽ നമ്മൾ കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യണം, കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതായതുകൊണ്ട് അത് പ്രാക്ടിക്കലി ബ്രിട്ടിൽ ക്ലാഡിംഗ് ആകാം അവിടെ ചൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി വരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഏറ്റവും കുറഞ്ഞ വാല്യൂ അതാണോ അതെടുത്ത് പിക്ക് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ട് പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെൻഡിങ്ങിന്റെ ഷിയറിന്റെ പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ആണ് ചെയ്യാനുള്ളത്, അല്ലെ? ഡിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഓക്കെ, ഒരു ഡിഫ്ലക്ഷന്റെ പ്രോബ്ലം, സേഫ്റ്റി അഗൈൻസ്റ്റ് ഡിഫ്ലക്ഷൻ. ക്വസ്റ്റ്യൻ നോക്കാം. An ISMB 600 at 1226 Newton per meter is used as a
simple beam over an effective span of 6 meter. The beam carries a UDL of 24 kilonewton per meter, including self-weight. Fy equal to 250 Newton per mm square. Check the safety of beam in deflection. ഇവിടെ ഇപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള കേസിൽ ചിലപ്പോൾ ഡയറക്റ്റ് ലോഡ് നമുക്ക് ഓരോ ടൈപ്പ് തരും. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? സിംപ്ലി സപ്പോർട്ടർ ബീം ആണ്. ബീമിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. carries a UDL of 24 kilonewton per meter including sulfate. Sulfate അടക്കം 24 kilonewton per meter ആണ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സൾഫേറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ സൾഫേറ്റ് അടക്കമാണ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ദ സേഫ്റ്റി ഓഫ് ബീം ഇൻ ഡിഫ്ലക്ഷൻ. ഇവിടെ ബീമിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം, അത് സേഫ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ആസ് യൂഷ്വൽ നമ്മൾ മാക്സിമം ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക അല്ലെ. ഇത് സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ UDL ആണ് കേസ്. 24 kilonewton per meter ആണ് ലോഡിങ് അല്ലെ. അപ്പോൾ UDL ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാ? 5/384 WL⁻⁴/EI എന്നുള്ള ടേം ആണ്. അവിടെ നമുക്ക് W അറിയണം. W എന്താണ്? ലോഡ് ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇയും ഐയും. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2×10⁵. എക്സാക്ട് ആയിട്ട് പറയുമ്പോൾ 2.1×10⁵ ആണ്. 2×10⁵ എടുത്താലും മതി. ഐയുടെ വാല്യൂ എന്ത് ചെയ്യാം? നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും അല്ലെ. IXXന്റെ വാല്യൂ ആണ് എടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് IXXന്റെ വാല്യൂ എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ആ വാല്യൂ എടുക്കുക, EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ മാക്സിമം കണ്ടുപിടിക്കുക. ഡെൽറ്റ പെർമിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടർ ആകുമ്പോൾ ബ്രിട്ടിൽ ഇലാസ്റ്റിക് ക്ലാഡിങ്ങിന്റെ കേസിൽ നമുക്കറിയാം സ്പാൻ ബൈ 240 ആണ്. ആ സ്പാൻ ബൈ 240 എടുക്കുക, എന്നിട്ട് അത് ഡെൽറ്റ മാക്സിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ സ്റ്റെപ്പ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഐ വാല്യൂ കിട്ടണം അല്ലെ. ISMB 600/1226 Newton per meter. SP6 പേജ് 4 എടുത്തു കഴിഞ്ഞാൽ അവിടെ ISMB 600ന്റെ IXX വാല്യൂ ഉണ്ടാവും. എന്തുകൊണ്ടാണ് IXX വാല്യൂ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ SP6 പേജ് 4 എടുത്താൽ തന്നെ അവിടെ IXX ഏതാണ് ആക്സിസ് എന്നുള്ള ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നോർമലി ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ്, ഒരു ഐ സെക്ഷന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഇതില് ഈ ബീം ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ലോഡിംഗ് അല്ലേ. ടോപ്പിൽ നിന്ന് ലോഡിംഗ് വരും. ഈ ബീം എങ്ങനെ ബെൻഡ് ചെയ്യുക? ഇതിന്റെ നമ്മുടെ സ്ട്രെസ്സുകളെല്ലാം പറയുന്നത് ഈ ഒരു ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു ആക്സിസ് ആണ്. ഇതാണ് അവിടെ എക്സസ് ആക്സിസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലാറ്ററൽ ആയിട്ടുള്ള ബക്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇപ്പോ ഒരു ബീമിൽ നമുക്ക് വെർട്ടിക്കൽ ലോഡിംഗ് ഇങ്ങനത്തെ ബെൻഡിങ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ നോക്കുമ്പോൾ താഴോട്ട് ബെൻഡ് ചെയ്യുന്ന കേസാണ് നമ്മൾ നോക്കുന്നത്. ലാറ്ററലി ആയിട്ട് ബെൻഡിങ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ബെൻഡിങ്ങിൽ നമ്മൾ ഏതാണ് ആക്സിസ് എടുക്കുന്നത്? എക്സ് ആക്സിസ്. ഇതാണ് ആക്സിസ് എടുക്കുന്നത്. അവിടെ YY എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആക്സിസും കൂടി ഉണ്ടാവും. അതിന്റെ വാല്യൂ അവിടെ ഉണ്ട്. IYY എന്ന് പറയുന്ന വാല്യൂ സ്റ്റീൽ ടേബിളിൽ ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അത് എപ്പോഴാണ് വരിക? ലാറ്ററലി അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ബീമിന്റെ കേസൊക്കെയാണ് വരിക. ഉദാഹരണത്തിന് ലാറ്ററലി അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ്ങിന്റെ രീതി മാറും. അതായത് ഇപ്പൊ ഞാൻ ഇതൊരു പ്ലാൻ വ്യൂ ആണ് വിചാരിക്കും. ഒരു ബീമിന്റെ ഒരു പ്ലാൻ വ്യൂ ആണ് വിചാരിക്കുക. സൈഡ് വ്യൂ അല്ല, ശ്രദ്ധിക്കണം, പ്ലാൻ വ്യൂ ആണ്. ഇതിന്റെ ടോപ്പിൽ നിന്നാണ് ലോഡിംഗ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ലോഡ് ചെയ്ത് ഓരോ ഡോട്ടും കാണുന്ന ഒരു ലോഡാന്ന് വിചാരിക്കുക. UDL ആയിട്ട് ലോഡ് ആക്ട് ചെയ്യുന്നതായിരിക്കും. ലാറ്ററലി അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ബീം ചിലപ്പോ റാദർ ഇത് ഹെവി ലോഡ് ചെയ്യുമ്പോൾ സ്പാനും കൂടുതലാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനേക്കാളും പകരം ചിലപ്പോ അത് എന്ത് ചെയ്യും? ലാറ്ററലി ബക്കിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ എടുക്കുന്ന ക്രോസ് സെക്ഷൻ നമ്മുടെ ബെൻഡിങ്ങിന്റെ സ്ട്രെസ്സിന്റെ വേരിയേഷൻ എടുക്കുന്ന ആക്സിസ് ഒക്കെ മാറും. ആ കേസിലാണ് IYY ഒക്കെ വരിക. അപ്പൊ നമുക്ക് ഇവിടെ IXX ആണ് എടുക്കേണ്ടത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ അതിന്റെ കാരണം കൂടി പറഞ്ഞു എന്ന് മാത്രം. IXX ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, കാരണം നമ്മൾ പഠിക്കുന്നതല്ല ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ് ആണ്. ഓക്കെ, അപ്പൊ IXX എന്ന് പറയുമ്പോൾ 91813 × 10⁴. പേജ് നമ്പർ 4 നിങ്ങൾ എടുത്ത് നോക്കിയാൽ കിട്ടും. SP6 ആണ്. IS 800ലാണ്, സോറി IS 800 അല്ല, സ്റ്റീൽ ടേബിളിൽ നിന്നാണ് നമുക്ക് ഐ വാല്യൂ കിട്ടുക. ഓക്കെ, മറ്റടുത്ത് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് മാത്രമേ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രണ്ട് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഐ വാല്യൂ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ ടേബിൾ റെഫർ ചെയ്യുന്നതാണ്. ഓക്കെ, ടോട്ടൽ ലോഡ് W എത്രയാണ്? 24 kN/m. അവിടെ തന്നിട്ടുണ്ട്. അതിനെന്താണ് ഈ സൾഫേറ്റും കൂടി ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വേറെ അഡീഷണൽ ആഡ് ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഒരിക്കലും ഫാക്ടറി ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഡിഫ്ലക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യണ്ട? ഫാക്ടറിയുടെ ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. തന്ന ലോഡിന് ആസറ്റ് എടുത്തു കഴിഞ്ഞാൽ മതി.
അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈനിൽ രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി. കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് സ്ട്രെസ് ഷിയർ സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിലാണ് നമ്മൾ ഡിഫ്ലക്ഷനും ക്രാക്കും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സർവീസബിലിറ്റി കണ്ടീഷൻ ഈസ് 1. നമ്മൾ ലോഡിന് അപ്ലൈ ചെയ്യുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സർവീസബിലിറ്റി കണ്ടീഷൻ 1 ആയതുകൊണ്ട് തന്നെ ഫാക്ടേർഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1 തന്നെയാണ് വരിക അല്ലെ, 24 ഇൻറ്റു 1 തന്നെയാണ്. അതുകൊണ്ട് ടോട്ടൽ ഫാക്ടേർഡ് ലോഡും 24 തന്നെയാണ് വരിക. ഓക്കെ, സർവീസബിലിറ്റി കണ്ടീഷൻ ആണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷനും ക്രാക്കും എല്ലാം സർവീസബിലിറ്റി കണ്ടീഷൻ ആണ്. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കണ്ടീഷൻസിനാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 അല്ലെങ്കിൽ ലോഡിനൊക്കെ ഫാക്ടറി ലോഡ് ആക്കുമ്പോൾ 1.5 കൊടുക്കുന്നത്. ഡിഫ്ലക്ഷന്റെ കേസിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് തെറ്റിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇതിപ്പോ ഡിഫ്ലക്ഷൻ മാത്രമായിട്ട് ചോദിച്ചതുകൊണ്ട് ഇത് തെറ്റാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് ഡിസൈനിലോട്ട് നമ്മൾ കിടക്കുകയാണ്, അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈനാണ്. ഡിസൈനിൽ കിടക്കുമ്പോൾ നമ്മൾ ഇത് മൂന്നും ചെയ്യേണ്ടി വരും. അവിടെ ഫാക്ടേർഡ് ലോഡും സാധാ ഫാക്ടേർഡ് അല്ലാത്ത അല്ലെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1 കൊടുത്തിട്ടുള്ള ലോഡും നിങ്ങൾക്ക് മാറിപ്പോകരുത്. അപ്പോ കാരണം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1 കൊടുത്തു കഴിഞ്ഞാൽ 1.5 കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ ഹയർ ആയിരിക്കും. പലപ്പോഴും അത് ചെക്കിൽ ഫെയിൽ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഫക്റ്റീവ് സ്പാൻ L = 6000 അല്ലെ. മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ SS ബീം വിത്ത് UDL എന്താണ്? ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അത്യാവശ്യമാണ്, ബൈ ഹാർട്ട് ചെയ്തേ മതിയാവും. ഓക്കെ, SS beam with UDL delta max equal to 5/384 WL raised to 4/EI. 5/384 WL raised to 4/EI. ഓക്കെ, ഇനി എന്താണ്? ഡയറക്റ്റ് എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5 W എന്ന് പറഞ്ഞാൽ 24 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 24 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ന്യൂട്ടൺ പെർ mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ് അല്ലെ. ഇതിനെ എങ്ങനെയാ ന്യൂട്ടൺ പെർ mm നമുക്ക് മാറ്റുക? മുകളിൽ 10⁻3 താഴെ 10⁻3. അപ്പൊ രണ്ടും കട്ടായി പോകും അല്ലെ. ദാറ്റ് ഈസ് 24 ന്യൂട്ടൺ പെർ mm. അതുകൊണ്ടാണ് നമ്മൾ 24 ആസച്ച് എടുത്തത്. ബാക്കിയെല്ലാം നമ്മൾ mm കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് mm കൺവേർട്ട് ചെയ്യുന്നത്? കാരണം നമുക്ക് ഇന്റെ വാല്യൂ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലുള്ള വാല്യൂ ആണ് അറിയാം. അതുപോലെ ഐന്റെ വാല്യൂ നമ്മൾ mm⁴ വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 5 × 24 × L സ്പാൻ, ഇവിടെ എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. നമുക്ക് നോർമൽ കേസിൽ സപ്പോർട്ട് എടുത്തും തരാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്പാൻ എന്ന് സിംപിളി പറഞ്ഞാലും അത് എഫക്റ്റീവ് സ്പാൻ ആയിട്ട് തന്നെ എടുത്താൽ മതി. ഓക്കെ, നോർമൽ കേസിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയാറുണ്ട്. സോ 6000 all raised to 4 അല്ലെ, 6000 mm അല്ലെ സ്പാന് ബൈ 384 ഇൻറ്റു ഇയുടെ വാല്യൂ. ഈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ നമ്മൾ എടുക്കുന്ന എല്ലാം സ്റ്റീൽ സെക്ഷൻസ് ആണ്. സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് 2.1 × 10⁵ ആണ്. അത് 2 × 10⁵ ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, 2 × 10⁵ ഇൻറ്റു നമുക്ക് ഐന്റെ വാല്യൂ 91813 × 10⁴. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 2.20 mm ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാല്യൂ കൂടുന്നതിനനുസരിച്ചും ഡിഫ്ലക്ഷന്റെ ന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷന്റെ വാല്യൂ കുറയൂലേ. നമ്മൾ പറഞ്ഞു EI എന്ന് പറയുന്ന ടേമിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനെ ബെൻഡ് ചെയ്യാൻ അതിനെതിരെയുള്ള ഒരു സ്ട്രെങ്ത് ആണ്, റിജിഡിറ്റി ആണ് അല്ലെ. അതായത് ന്റെ വാല്യൂ കൂടുന്തോറും ഡിഫ്ലക്ഷന്റെ വാല്യൂ കുറഞ്ഞു വരും. ഇവിടെ ന്റെ വാല്യൂ കൂടാനുള്ള കാരണം എന്താണ്? ഇത് ഹെവിയർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണ് അല്ലെ. ISM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മീഡിയം ബീംസ് ആണ്, കുറച്ചുകൂടി വെയിറ്റ് കൂടുതലുള്ള ബീംസ് ആണ്. അതിൽ തന്നെ 600 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് സെക്ഷനിൽ വരുന്ന മാക്സിമം ഡെപ്ത് അല്ലെ. 600 ആണ് ഡെപ്ത്. ആ 600 ഡെപ്തിൽ വരുന്ന വലിയ ഒരു ക്രോസ് സെക്ഷൻ ആണ് ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് 600 എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ അല്ലെ. 2 അടി ഡെപ്ത് ഉള്ള സ്റ്റീൽ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡെപ്ത് ആയി. ഓക്കെ, നമ്മൾ കോൺക്രീറ്റ് ബീം പോലെയല്ല, സ്റ്റീൽ ബീം എന്ന് പറഞ്ഞാൽ ചെറിയ ഡെപ്തിൽ തന്നെ ഒരുപാട് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ 600 mm ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 60 സെന്റിമീറ്റർ അല്ലെ. 2 അടി ഡെപ്ത് ഉള്ള ബീം എന്ന് പറഞ്ഞാൽ വലിയ ക്രോസ് സെക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ വന്നത്. 2.20 എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ട് ഒരു ഡിഫ്ലക്ഷൻ വന്നത്. ഇനി ഇൻ കേസ് ലോഡ് കൂടിക്കഴിഞ്ഞാലും ഡിഫ്ലക്ഷൻ കൂടും, സ്പാൻ കൂടിക്കഴിഞ്ഞാലും ഡിഫ്ലക്ഷൻ കൂടും. അതും ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഡിസൈനിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ സെക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ളതും ഡെപ്ത് കൂടുതലുമായിട്ടുള്ള സെക്ഷൻ, ഐ വാല്യൂ കൂടുതലായിട്ടുള്ള സെക്ഷൻ ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. കാരണം അപ്പോൾ ഡിഫ്ലക്ഷനിൽ ഫെയിൽ ആവില്ല, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ.
ഇനി പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം എത്രയാണ്? ഡെൽറ്റ പെർമിസിബിൾ, ഇവിടെ PER എന്ന് ഉദ്ദേശിച്ചത് ഡെൽറ്റ പെർമിസിബിൾ ആണ്, ഡെൽറ്റ മാക്സ്. ഓക്കെ, സ്പാൻ ബൈ 240 ദാറ്റ് ഈസ് 6000 ഡിവൈഡഡ് ബൈ 240 ദാറ്റ് ഈസ് 25 mm. അപ്പൊ നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള 25 mm ആണ്. നമ്മളെ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബീമിൽ ഈ ഒരു ലോഡിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 2.20 ആണ്. അത് എവിടെ ആയിരിക്കും? മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിലായിരിക്കും അല്ലെ, 2.20 ആണ്. അതുകൊണ്ട് തന്നെ the beam is safe against deflection. Maximum deflection is less than permissible deflection. So beam is safe against deflection. ഇതാണ് ഡിഫ്ലക്ഷന്റെ ഒരു ടൈപ്പ് പ്രോബ്ലം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് സെൽഫ് വെയിറ്റ്. ചില ടൈപ്പ് ക്വസ്റ്റ്യനിൽ സെൽഫ് വെയിറ്റ് എക്സ്ക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ കേസിൽ നമുക്ക് സെൽഫ് വെയിറ്റും കൂടെ അതിൽ ആഡ് ചെയ്യണം അല്ലെ. അത് നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം ഷിയറിന്റെ കേസിൽ നമ്മൾ ചെയ്തതാണ്. എന്നാലും ഒരു ഡിഫ്ലക്ഷന്റെ കേസിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് സെക്ഷൻ? an ISLB 600 at 995 Newton per meter carrying a live load of 20 kilonewton per meter excluding self weight over an effective span of 5 meters. The yield stress is 250 Newton per mm square. Check the safety of beam in deflection. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഫ്ലക്ഷന്റെ ക്വസ്റ്റ്യനിലൊന്നും ഈയുടെ വാല്യൂ തന്നതായിട്ട് കാണാറില്ല. ഈയുടെ വാല്യൂ അണ്ടർസ്റ്റുഡ് ആണ്. സ്റ്റീൽ ബീംസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഈയുടെ വാല്യൂ 2.1 into 10⁵ യൂണിറ്റ് കൂടി ശ്രദ്ധിക്കുക, ന്യൂട്ടൺ പെർ mm സ്ക്വയർ, ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ചെക്ക് ദ സേഫ്റ്റി ഓഫ് ബീം ഇൻ ഡിഫ്ലക്ഷൻ. എന്താണ് നമുക്ക് ഇതിന്റെ ഐ വാല്യൂ കിട്ടണം അല്ലെ. ISLB 600 at 995 Newton per meter. ISLB 600 at 995 Newton per meter SP6 പേജ് 2-ലാണ് കിടക്കുന്നത്. ISLB 600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് 2-ൽ ഏകദേശം ഒരു മിഡിൽ പോർഷനിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അവിടെ അതിന്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് 72867.6 into 10⁴ mm⁴. അതാണ് IXXന്റെ വാല്യൂ. ഓക്കെ, ടോട്ടൽ ലോഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഡെഡ് ലോഡ്, ഇവിടെ ലൈവ് ലോഡ് തന്നിട്ടുള്ളത് എക്സ്ക്ലൂഡിങ് സെൽഫ് വെയിറ്റ് ആണ്. സെൽഫ് വെയിറ്റ് കൂട്ടാതെ ഉള്ള ലൈവ് ലോഡിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് അതിലോട്ട് ഡെഡ് ലോഡും കൂടെ കൂട്ടണം, അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് കൂടെ കൂട്ടണം അല്ലെ. ഡെഡ് ലോഡ് എത്രയാണ്? ഇതിന്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് 995 Newton per meter ആണ്. സോ 0.995 kilonewton per meter. എന്തുകൊണ്ടാണ് കിലോ ന്യൂട്ടണിലോട്ട് മാറ്റിയത്? കാരണം നമുക്ക് തന്ന ലൈവ് ലോഡ് കിലോ ന്യൂട്ടണിലാണ്, നമുക്ക് കൺവീനിയന്റ് കൂടി അതാണ്. ഓക്കെ, ലൈവ് ലോഡ് 20 kilonewton per meter. സോ ടോട്ടൽ ലോഡ് W equal to 20 plus 0.995 that is 20.995. നമ്മൾ സെയിം സെക്ഷൻ്റെ നേരത്തെ ചെയ്തതാണെന്ന് തോന്നുന്നു. ഷിയറിന്റെ കേസിൽ ലോഡ് കണ്ടുപിടിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ഫാക്ടറി ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. കാരണം ഫാക്ടർ ഓഫ് സേഫ്റ്റി, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1 ആണ് ഇൻ കേസ് ഓഫ് സർവീസബിലിറ്റി കണ്ടീഷൻ. സോ മാക്സിമം കണ്ടുപിടിക്കുക. ഡെൽറ്റ മാക്സ് ഈക്വൽ ടു 5WL⁴/384 EI. ഇനി എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 5 into 20.995 into 5000⁴ divided by 384 into 2 into 10⁵ into 72867.6 into 10⁴. ആൻസർ കിട്ടുന്നത് 1.172 mm ആണ്. 1.172. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ വലിയൊരു വാല്യൂ ആണ്. ഇതിന്റെ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് വലിയ ഒരു വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ചെറിയ ഒരു ഡിഫ്ലക്ഷന്റെ ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യൂണിറ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഐന്റെ വാല്യൂ SP6-ൽ നിന്ന് കിട്ടുന്നത് cm⁴ mm⁴ എപ്പോഴും ന്യൂട്ടൺ mm-ലിട്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 20.995 kilonewton per meter എടുത്തത്? കാരണം kilonewton per meter എന്ന് പറയുന്ന വാല്യൂ ന്യൂട്ടൺ പെർ mm എന്ന് പറയുന്ന വാല്യൂ സെയിം ആയതുകൊണ്ടാണ്. ഓക്കെ, permissible limit for deflection span by 240 that is 5000 by 240 that is 20.833. ഇവിടെ സേഫ് ആണ് അല്ലേ. ഓക്കെ, സേഫ് ആണ്. ഇതാണ് ഡിഫ്ലക്ഷന്റെ ടൈപ്പ് പ്രോബ്ലം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിസൈനിലോട്ട് കിടക്കും. കാരണം ഡിസൈനിലും സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡിസൈൻ ആകുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ബെൻഡിങ് സ്ട്രെങ്ത്തും ഷിയർ സ്ട്രെങ്ത്തും ഡിഫ്ലക്ഷനും മൂന്നും കൂടെ ഒരുമിച്ച് ഒരു പ്രോബ്ലത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഇനി ഡിസൈൻ പാർട്ടിൽ ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഇതിന്ന് വരാൻ ചാൻസ് ഉള്ളത് ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസൈൻ ക്വസ്റ്റ്യനും നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഡിസൈൻ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചുകൂടി ചെയ്യാനുണ്ടാവും, കാരണം ഈ മൂന്നും ചെയ്യണം. എന്നാലും
നമ്മൾ കമ്പാരിറ്റീവ്ലി ബാക്കി ചെയ്ത ഡിസൈൻ പ്രോബ്ലത്തിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിസൈൻ ഓഫ് സ്റ്റീൽ ബീംസ് അല്ലെങ്കിൽ ലാറ്ററലി സപ്പോർട്ടർ ആയതുകൊണ്ടാണ്. അൺസപ്പോർട്ടർ ആണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ വീണ്ടും വരുന്നുണ്ട്. സപ്പോർട്ടർ കേസ് വളരെ കുറച്ചുകൂടി ഈസിയർ ആണ്, കുറച്ചുകൂടി മനസ്സിലാക്കാനും ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, കൂടുതൽ വലിയ ഇക്വേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഡിസൈൻ സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കാം. ഡിസൈൻ സ്റ്റെപ്പുകൾ എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ ഫാക്ടേർഡ്. നമുക്ക് ഫസ്റ്റ് ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കണം. നമുക്ക് തന്ന ലോഡും ചിലപ്പോൾ ലൈവ് ലോഡ് മാത്രമായിരിക്കാം. അപ്പൊ നമുക്ക് എന്താണ്, ലൈവ് ലോഡ് മാത്രം എടുത്തിട്ട് ഫാക്ടറി ലോഡ് കണ്ടുപിടിക്കാം അല്ലെ? കാരണം ഡെഡ് ലോഡ് നമുക്ക് അറിയില്ല. കാരണം നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇത്ര ലോഡ് എടുക്കണം, ഇത്ര സ്പാൻ ഉണ്ട്, അതിൽ എത്ര ലോഡ് വരും, അപ്പൊ ഏത് സെക്ഷൻ ചൂസ് ചെയ്യണം, അതാണല്ലോ ഡിസൈൻ. നമുക്ക് ഇത്ര ലെങ്ത്തിൽ ഒരു സ്പാനിൽ ഇത്ര ലോഡ് വരുന്നുണ്ട്, ആ ഒരു കേസിൽ സേഫ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സെക്ഷൻ ചൂസ് ചെയ്യണം, അതാണ് ഇവിടുത്തെ ഡിസൈൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെഡ് ലോഡ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ലൈവ് ലോഡ് വെച്ചിട്ടാണ് ഇവിടെ ഫൈൻഡ് ദ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ദെൻ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ്. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം കാൽക്കുലേറ്റ് ദ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ചെയ്ത അതേ ഇക്വേഷൻ തന്നെ, അതിൽ നിന്ന് ZP യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് റീഅറേഞ്ച് ചെയ്തതാണ്. ഓക്കെ, ZP ഈക്വൽ ടു എം ഗാമ MO ബൈ FY. ഇവിടെ ബീറ്റ പി എന്ന് പറയുന്ന ഒരു ടേം കൂടി ഉണ്ട്, അത് നമ്മൾ 1 ആക്കി എടുത്തു. കാരണം എന്താണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നത് സെക്ഷൻ പ്ലാസ്റ്റിക് ആയിട്ടാണ് അല്ലെ? നമ്മൾ ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്, അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ZP യുടെ വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള ഇക്വേഷൻ ZP ഈക്വൽ ടു എം ഗാമ MO ഡിവൈഡഡ് ബൈ FY. അപ്പോ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു എന്താണ്, റിക്വയർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്ക് കിട്ടും. ഇനി എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക അല്ലെ? ചൂസ് എ സെക്ഷൻ ഹാവിംഗ് ഹയർ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ദാൻ കാൽക്കുലേറ്റഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ചൂസ് ചെയ്യും? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനക്സ് H കൊടുത്തിട്ടുള്ളത് ഓരോ സെക്ഷന്റെയും പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. അവിടെ ശ്രദ്ധിക്കണം, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അവിടെ കൊടുത്തിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മോഡുലസിന്റെ ഡിക്രീസിങ് ഓർഡറിലാണ്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഹയർ ആയിട്ട് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു ബീമിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ISMB-LCന്റെ ഓർഡറിലല്ല, ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിന്റെ ഡിക്രീസിങ് ഓർഡറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളിപ്പോൾ പറയുന്ന സമയത്ത് IS 800 പേജ് 138 എടുക്കുക, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിലെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ആ കോളം എന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. എല്ലാവരും ഒന്ന് എടുത്തോളൂ. ഓക്കെ, എന്നെടുത്തിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ ബീമുകൾ മാത്രമല്ല, ഇടയ്ക്ക് ചാനൽ സെക്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ ആപ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് ബീം I സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. സോ അവിടെ ISMC, ISLC, ISHC പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഒഴിവാക്കിയിട്ട് ബി ലാസ്റ്റ് വരുന്ന ഡിസിഗ്നേഷൻ ഉള്ളത് മാത്രമാണ് എടുക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉദാഹരണത്തിന് ഒരു 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ ടേബിളിലൂടെ ഇങ്ങനെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിന്റെ താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ടേബിളിൽ ഉള്ളത് 20.61 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതൊരു ചാനൽ സെക്ഷൻ ആണ്. ഒരു ബീം സെക്ഷൻ ആണെങ്കിൽ ISLB അത് 22.35 സെന്റിമീറ്റർ ക്യൂബ് ആണ്, മീറ്റർ ക്യൂബ് mm ക്യൂബ് അല്ല, സെന്റിമീറ്റർ ക്യൂബ് ആണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ISWB 600 ആണ്, അത് 4341.63 4341.63 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അതാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 20 ഉള്ളൂ. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 4000 ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് എവിടെയാണ് നമുക്ക് നമ്മുടെ റേഞ്ച് അതെന്നാണ്, ZP എത്രയാണോ കാൽക്കുലേറ്റ് എത്രയാണോ കിട്ടിയത് അതിനേക്കാളും കുറച്ചുകൂടി ഹയർ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു നമുക്ക് കിട്ടിയതിന്റെ ഒരു 1.3 അല്ലെങ്കിൽ 1.5 ആ റേഞ്ചിലുള്ള മടങ്ങുള്ള ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. സെക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ബീം സെക്ഷൻ I സെക്ഷൻ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. മാത്രമല്ല ഒരു ഡെപ്ത് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള സെക്ഷൻസും എപ്പോഴും ചൂസ് ചെയ്യുന്നത് നന്നാവും. ഓക്കെ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഡെപ്ത് കുറച്ച് ഹയർ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു 300 അബോവ് ഡെപ്ത് ഉള്ള സെക്ഷൻസ് ചൂസ് ചെയ്യുന്നത് നന്നാവും. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ ഭാഗം സേഫ് ആയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ,
നമുക്ക് ചൂസ് ചെയ്യുന്ന സെക്ഷൻ കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ചെക്കുകൾ ഫെയിൽ ആവാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ ഡിസൈൻ പർപ്പസിന് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ചൂസ് ചെയ്യുക. എന്നാൽ ഓവർ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഒരു 400 സംതിങ് ആണ് എന്ന് കരുതി 2000 സെന്റിമീറ്റർ ക്യൂബ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു സെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അത് ഓവർ ഡിസൈൻ ആണ്. ഓക്കെ, അങ്ങനെ ഹെവിയർ ആയിട്ടുള്ള എടുക്കുകയും ചെയ്യരുത്. ഒരു 1 to 1.5 ടൈംസ് ഹയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ചൂസ് ചെയ്യും. ഓക്കെ, അത് ചൂസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് ഡെപ്തും കൂടെ ഉള്ളത്, പ്രത്യേകിച്ച് ഐയുടെ വാല്യൂ കൂടുതലുള്ളത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരുന്ന ചെക്ക് ഡിഫ്ലക്ഷന്റെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫെയിൽ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് ഫോർ ഷിയർ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചത്, നിങ്ങൾ IS 800 പേജ് 51 നിങ്ങൾ ബെൻഡിങ് മൊമെന്റിന്റെ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ അവിടെ പേജ് 51 അല്ല 53, അവിടെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ MD = βp ZP Fi by gamma MO എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 60% ഓഫ് ഫാക്ടേർഡ് ഡിസൈൻ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ഓഫ് ദി ഡിസൈൻ ഷിയർ ഫോഴ്സ് സ്ട്രെങ്ത് ഓഫ് ദി ക്രോസ് സെക്ഷനേക്കാളും കൂടാൻ പാടില്ല എന്നൊരു കേസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ ഷിയർ ചെക്ക് ചെയ്യണം, എന്നിട്ട് 60%ന്റെ വാല്യൂവിനേക്കാളും മാക്സിമം ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം, എന്നാലേ നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം ശരിയാവും. അപ്പൊ ആദ്യം ഷിയർ ചെക്ക് ചെയ്യണം. കാരണം ഹെവി ഷിയർ ഫോഴ്സ് വരുന്ന കേസിൽ 60%നേക്കാളും ഡിസൈൻ സ്ട്രെങ്ത്തിന്റെ 60%നേക്കാളും കൂടുതൽ വരുന്ന കേസിൽ നമ്മുടെ ഡിസൈൻ ആസ് സച്ച് മാറും. നോർമലി നമുക്ക് വരുന്ന കേസുകളിലൊക്കെ 60%നേക്കാളും കുറവ് തന്നെയാണ്. അപ്പോൾ 60%നേക്കാളും കൂടുതൽ വരുന്ന കേസുകളിൽ നമ്മുടെ ഡിസൈൻ ആസ് സച്ച് മാറും, അതിന്റെ ബെൻഡിങ് സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻസ് ഒക്കെ മാറും. അത് ഒരു പ്രത്യേക ക്ലോസ് ആയിട്ട് തന്നെ IS കോഡിൽ കൊടുത്തിട്ടുണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സേഫ് ആയിട്ട് നിൽക്കാൻ എപ്പോഴും എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെക്ക് ഫോർ ഷിയർ ചെയ്യാം. ചെക്ക് ഫോർ ഷിയറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പേജ് നമ്പർ 59 അല്ലെ, VD = AB FI W by √3 gamma M. അത് ചെയ്യാം, അതിന്റെ 60% കണ്ടുപിടിക്കുക. അതിനേക്കാളും കുറവാണോ ഇവിടെ വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് ഷിയർ സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം, അതിന്റെ 60% കണ്ടുപിടിക്കാം. മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണ്? സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് UDL ആണെങ്കിൽ WL/2. അതിൽ W എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് ആണ് അല്ലെ, ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് ആണ്. നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് ലൈവ് ലോഡ് മാത്രമാണ്. നമ്മൾ ഒരു സെക്ഷൻ ഇപ്പൊ ചൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഡെഡ് ലോഡും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം, എന്നിട്ട് ഫാക്ടേർഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഷിയർ ഫോഴ്സ് വീണ്ടും കണ്ടുപിടിക്കണം, ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം, ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റും അടുത്ത സെക്ഷനിലും നമുക്ക് ആവശ്യം വരും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ 60%നേക്കാളും മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. ഓക്കെ, ചെക്ക് ഫോർ ബെൻഡിങ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു, ബെൻഡിങ് സ്ട്രെങ്ത് വീണ്ടും ചെക്ക് ചെയ്യുക. ദെൻ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഇത് എല്ലാ ചെക്കുകളും പാസ് ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചെക്ക് പോലും ഫെയിൽ ആയി കഴിഞ്ഞാൽ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? ഇതാണ് ഡിസൈൻ സ്റ്റെപ്പുകൾ. ഓക്കെ, ഇത് ആഫ്റ്റർനൂൺ സെഷൻ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തതിന് വരുന്ന തേഴ്സ്ഡേ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ക്ലാസ് കുറഞ്ഞു പോകുകയാണെങ്കിൽ S400 ടൈം ടേബിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ കൂട്ടിയെടുക്കാം. ഓക്കെ, നോക്കട്ടെ. പോർഷൻസ് തീരാത്ത പ്രശ്നം വരില്ല, കാരണം തേർഡ് മൊഡ്യൂൾ നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. തീർന്നു. ഇനി ഇതിൽ ഡിസൈനും പിന്നെ പ്ലേറ്റ് ഗൈഡിന്റെ പോർഷനും കൂടി കഴിഞ്ഞാൽ നമുക്ക് സെഷൻ തീരും. ഓക്കെ, അപ് ടു ഡേറ്റ് ആയിട്ട് പോവാം. നമ്മളെ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. എല്ലാവരും എന്ത് ചെയ്യുക, സേഫ് ആയിട്ട് വീട്ടിൽ നിൽക്കുക. വെറുതെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യണ്ട, കറങ്ങി പുറത്ത് നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഗതികേടില്ലാത്ത, നമുക്ക് വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ സഹായിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള പുറത്തു പോക്കുകളൊക്കെ ഒഴിവാക്കുക. സിറ്റുവേഷൻസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം മോശമാണ് സ്ഥിതി എന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും നമ്മളെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനും മടിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച് നമുക്ക് അതിൽ പറ്റുന്ന സഹായങ്ങൾ നമുക്ക്
ഏർപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും വീട്ടിൽ തന്നെ മാക്സിമം ഇരിക്കുക. പിന്നെ പഠനത്തിന്റെ കാര്യം തന്നെ അതിന്റെ കൂടെ ഇതിന് കൂടുതൽ സമയം എഫേർട്ട് എടുത്ത് ഫുൾ ടൈം പഠിച്ചിരിക്കണം എന്നല്ല പറയുന്നത്. ആ എടുക്കുന്ന സമയം ഒരു എഫേർട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ ആ ഒരു സമയം എഫക്റ്റീവ് ആയിട്ട് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി ഇരുന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇനി ഒരു പ്രാവശ്യം ഇത് പഠിച്ചു പോയി നിങ്ങൾ പറയും ഇത് മറക്കും സാറേ, ഇത് കുറെ കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത് മറക്കും എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ സമയത്ത് ഇതൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിവിഷൻ അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണ്ട് നോക്കിയിരുന്ന പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ എങ്ങനെ വന്നുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടും. അത് ഷുവർ ആണ്. ഈ സമയത്ത് ഒരു മണിക്കൂർ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ മാക്സിമം 2 അവർ ഇതെന്ത് ചെയ്യാം, ഇതൊന്നിന്റെ കൂടെ ഒന്ന് ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെയാണ് ഓരോ ടേമുകൾ വരുന്നത്, എങ്ങനെയാണ് ഇക്വേഷനിലെ ടേമുകൾ എടുക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് വാല്യൂസ് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാം പോലെ എഴുതാൻ പറ്റുന്ന ടോപ്പിക്കാണ്. കാരണം കംപ്ലീറ്റ് ഇക്വേഷൻസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്, എല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്. അത് ഓർഡർ ആക്കി ഇക്വേഷനിൽ പുട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ട ഒരു കാൽക്കുലേറ്ററിന്റെ പണി എടുക്കേണ്ട ആവശ്യമേ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പൊ അതും എന്ത് ചെയ്യരുത്, മിസ്സാക്കി പോകരുത്. നമുക്കൊരു കോൺടാക്ട് ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഓൺലൈൻ തന്നെ ശരണം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിക്കാണെന്ന് വിചാരിക്കരുത്. പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പലരും, പ്രത്യേകിച്ച് ബോയ്സ്, വീട്ടിൽ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആളുകളാണ് ആൺകുട്ടികൾ. പണിക്ക് പോകുന്നവരുണ്ടാവും, എന്നാലും രാത്രിയൊക്കെ സമയം ഫ്രീ ഉള്ളത് തന്നെയാണ്. പെൺകുട്ടികളെ പോലെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, എനിവേ പലരും ഇത് ഫോളോ ചെയ്യുന്നുള്ളതെല്ലാം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. ഇതൊക്കെ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇതൊക്കെ നമുക്ക് പറ്റില്ല എന്നുള്ള ബോധം മനസ്സിൽ ആദ്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ടഫ് തന്നെയായിരിക്കും. ഏത് ടോപ്പിക് ആണെങ്കിലും നമ്മളെ ബ്രെയിനിന് താങ്ങാൻ പറ്റാത്ത ടോപ്പിക് ഒന്നും ഇല്ല. എനി ടോപ്പിക് ആണെങ്കിൽ നമുക്കതൊന്ന് എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഉള്ളൂ കാര്യങ്ങളൊക്കെ. പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ചിലർക്ക് സമയം എടുക്കും, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യനാണ്, ചില മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ചില ആൾക്ക് മാത്സിൽ വീക്ക് ആയിരിക്കും. അത് നമ്മൾ പ്രീവിയസ് ഉള്ള ക്ലാസ്സുകളിലും ലോവർ ക്ലാസ്സുകളിലും കൃത്യമായിട്ട് മാത്സ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. അതും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതും നമുക്ക് നമ്മളെ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് മാത്രം. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതും മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മാത്സിലെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾ ചിലപ്പോൾ പഠിച്ച സാഹചര്യമോ ചിലപ്പോൾ അവിടുത്തെ സ്കൂളിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മാത്സ് ചിലപ്പോൾ വീക്ക് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, ഇല്ല എന്നല്ല. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഈസിയായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് നമ്മൾ ചെയ്ത് ഡെവലപ്പ് ആയിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച രീതി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെ എടുക്കുന്നതാണ്. എനിവേ ഞാൻ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. താങ്ക് യു. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കണം. എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ മാറി കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, എനിവേ താങ്ക് യു.